സത്യം പറഞ്ഞാൽ എന്നോട് കുറേ പേര് ചോദിച്ചു, എന്തേ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാത്ത, എന്തേ ഫേസ് കാണിക്കാത്തതെന്നൊക്കെ. ഉള്ളത് പറഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് ആലോചിച്ച് കണ്ണുകടിയുള്ള കുറേ അലവരാതി ടീംസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് അറിയാലോ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി, അപ്പുറത്തെ വീട്ടിലെ അമ്മായി, ഇപ്പുറത്തെ വീട്ടിലെ വല്യമ്മ, അങ്ങനെ കൊണ്ടപ്പരപ്പും പരാതിയും കേട്ട് ഇത് ഞാനാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ കണ്ണുകടി മാറും. നമ്മളിപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല എന്നറിയുന്നുള്ള സന്തോഷേ അപ്പം എനിക്ക് വിഷമാവും. അതെനിക്കിഷ്ടമാണ്. എൻ്റെ ഈ സെയിം അവസ്ഥയിൽ എൻ്റെ ഒരു കസിനും കൂടി ഉണ്ട് ഇവിടെ അമേരിക്കയിൽ. അവൻ നമ്മുടെ ഇൻഫോസിസ് വിട്ടിട്ട് വന്നാട്ടോ. അവൻ ഇൻഫോസിസ് നൈസായിട്ട് തേച്ചു. നാട്ടിൽ മര്യാദയ്ക്ക് 10,000, 60,000, 70,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന അവൻ ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് മണിക്കൂറിന് $35 ഇപ്പോൾ പണിയെടുക്കണേ. നാട്ടിൽ വെച്ച് ഹിമാലയൻ എൻഫീൽഡ് സോളോ ട്രിപ്പിങ് എന്തൊക്കെയായിരുന്നു എന്നറിയോ? ഇപ്പോൾ ഇവിടെ വന്നിട്ട് 5 പേരുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നടന്ന ജോലിക്ക് പോകണമെന്ന് കേട്ടെ. അവന് അമേരിക്കയ്ക്ക് വരാനുള്ള ലോട്ട് കിട്ടിയപ്പോൾ എൻ്റെ അമ്മയും കുറേ അമ്മായിമാരൊക്കെ കൂടി ഇരുന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഇനിയിപ്പോൾ ഇവൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഇവളും പോവില്ലേ? അപ്പോൾ ഇവർക്ക് അവിടെ തന്നെയൊന്നും ആവില്ല, ഇടയ്ക്കിടയ്ക്ക് കാണാലോ. അങ്ങനെ വിചാരിച്ച് വന്ന് ഞങ്ങൾ നീണ്ട 1.5 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ന്യൂയോർക്കിൻ്റെ സബ്വേ സ്റ്റേഷനിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. തമ്മിൽ കാണാൻ വേണ്ടി അവൻ നെബ്രാസ്കയിൽ നിന്ന് ന്യൂയോർക്കിലേക്കും ഞാൻ ഇവിടുന്ന് ന്യൂയോർക്കിലേക്കും പോയി. ലോകത്ത് ഇവനേക്കാളും വലിയൊരു ഇൻവെർട്ടർ ഇല്ല കേട്ടോ. ഞങ്ങൾ കസിൻസ് ബാംഗ്ലൂർ ഡേയ്സും കസിൻസ് വൈബൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവ അതിലൊന്നും കൂടില്ല, കാരണം ഇൻവെർട്ടർ അല്ലേ. അങ്ങനെയുള്ള ഇവൻ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ബിഗു ശീകം സിനിമയിൽ ഷാരൂഖ് ഖാൻ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ട് അമ്മയും ഷാരൂഖ് ഖാനും കൂടി ഓടിച്ചല്ലേ, അതുപോലെയായിരുന്നു ഞങ്ങൾ. അതാണ് അമേരിക്ക നമ്മൾ എങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വരാനുള്ള ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ അതിനകത്ത് സാലറി പാക്കേജും കോമ്പൻസേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നാട്ടിലിരുന്ന് നാട്ടിലത്തെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എത്ര വലിയ പൈസയല്ലേ. 4 ലക്ഷം രൂപ, ഓക്കെ ഡൺ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാ അതൊന്നും അല്ലാന്ന് നമുക്ക് മനസ്സിലാവുക. അത് പറയാലോ, ഞാൻ ജോലി കിട്ടി വന്നതല്ലാത്തത് കൊണ്ടും അടുത്തെങ്ങും ഈ പരീക്ഷകളൊന്നും പാസ്സായിട്ട് എനിക്ക് ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടും എനിക്ക് കിട്ടിയതല്ല എനിക്ക് ബോണസ് ആയിരുന്നു. പക്ഷെ അവനെയും എന്നെയും ഇവിടെയുള്ള പലരെയും കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവും. അമേരിക്കയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകാറാവുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ പഴയ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല.